നമസ്കാരം, മെയ്ഫ്ലവറിലേക്ക് സ്വാഗതം. പ്രശസ്ത ഐറിഷ് എഴുത്തുകാരൻ BYeatsന്റെ സെക്കൻഡ് കമ്മിങ് എന്ന കവിതയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. 1919 ഈ കവിത അദ്ദേഹം എഴുതുന്നത്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1920 ഇൻ ദ ഡയൽ. 1920 ഡയലിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇനി BYeats പ്രശസ്തനായ ഐറിഷ് എഴുത്തുകാരനാണ്, മോഡേൺ റൈറ്ററാണ്. And he was an active participant in the Irish literary movement. ഐറിഷ് ലിറ്റററി മൂവ്മെൻറ്റിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്ത വ്യക്തിയാണ് BYeats. അദ്ദേഹത്തിൻ്റെ എ പ്രേയർ ഫോർ മൈ ഡോട്ടർ, ഈസ്റ്റർ 1916 തുടങ്ങിയ കവിതകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണാം. ഇനി ഈ കവിതയിലേക്ക് വരാം. ദിസ് poem was later included in 1921 in the collection മൈക്കൽ റോബർട്ട്സ് ആൻഡ് ദ ഡാൻസർ. മൈക്കൽ റോബർട്ട്സ് ആൻഡ് ദ ഡാൻസർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേമസ് കളക്ഷനാണ്. ഇറ്റ്സ് എൻ ആന്തോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പോയംസ്. ആ കളക്ഷനിൽ ഉൾപ്പെട്ടതാണ് എ പ്രേയർ ഫോർ മൈ ഡോട്ടർ എന്ന കവിത. അപ്പോൾ ആ കളക്ഷനിൽ തന്നെയാണ് സെക്കൻഡ് കമ്മിങ് എന്ന ഈ കവിതയും ഉൾപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1921. ആദ്യം ഇത് പബ്ലിഷ് ചെയ്യുന്നത് ദ ഡയലിലാണ്, ആൻഡ് ഇറ്റ് വാസ് ഇൻ 1920. പിന്നീട് അദ്ദേഹത്തിൻ്റെ കളക്ഷനിൽ മൈക്കൽ റോബർട്ട്സ് ആൻഡ് ദ ഡാൻസർ എന്ന കളക്ഷനിൽ 1921 ഈ കവിത ഉൾക്കൊള്ളിച്ചു. ഇനി ഇൻ ദിസ് പോം വി ക്യാൻ സീ ക്രിസ്ത്യൻ ഇമേജസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്യൂഷൻസ് ഓർ ഇമേജറി. The poet uses the Christian images of apocalypse and the second coming in order to describe the post-war situation in Europe. ഇതിൽ ഈ കവിതയിൽ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ തന്നെ കാണിക്കുന്നത്, സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിട്ടേൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവാണ്. അത് ബൈബിളിൽ റെവലേഷൻസ്, വെളിപാട് പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ പറയുന്നതാണ് യേശു ക്രിസ്തു രണ്ടാമത് വരുമെന്നും ഈ ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു വരുമെന്നും. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഹി വിൽ സെപ്പറേറ്റ് ദ പീപ്പിൾ ഇൻ ടു ഗുഡ് ആൻഡ് ബാഡ്. നല്ലവരെന്നും മോശമായ ആളുകൾ, ദുഷ്പ്രവൃത്തികൾ ചെയ്തവരെന്നും നല്ലവരെന്നും യേശു ക്രിസ്തു ഇവരെ രണ്ടായിട്ട് തിരിക്കും. അങ്ങനെ നല്ലവരെ സ്വർഗത്തിലേക്കും മോശമായവരെ അല്ലെങ്കിൽ ദുഷ്ടപ്രവർത്തനങ്ങൾ ചെയ്തവരെ നരകത്തിലേക്കും അയക്കുമെന്നൊക്കെയുള്ള ആ ഒരു അലിഗോറിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ പറയുന്നത്. ആ ഒരു സംഭവമാണ് ഇവിടെ ടൈറ്റിൽ ഉപയോഗിക്കുന്നത്. സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവാണ്. ഇവിടെ അദ്ദേഹം ഈ ഒരു അലിഗോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കുന്നത് in order to represent the post-war European countries അല്ലെങ്കിൽ post-war Europe. Here he uses the Christian image or Christian allegory to represent the post-war Europe. അതായത് പോസ്റ്റ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള യൂറോപ്പ്. 1914 മുതൽ 18 വരെയായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. ആ ഒരു കാലഘട്ടത്തിന് ശേഷം, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ലോകം കണ്ട അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ആ ഒരു അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ആ ഒരു ക്രിസ്ത്യൻ ഇമേജ് ഉപയോഗിക്കുന്നത് അതിനാണ്. അതോടൊപ്പം തന്നെ ഐറിഷ് ലിറ്റററി മൂവ്മെൻറ്റ്, ഐറിഷ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അത് നടക്കുന്നത് 1919 ജാനുവരിയിലാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്, റെഫറൻസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ it also connected to the flu pandemic that is in 1918 to 1919. 1918-19 കാലഘട്ടത്തിൽ യൂറോപ്പിലുടനീളം ഒരു ഫ്ലൂ പാൻഡമിക്, ഒരു വൈറൽ പനി പോലെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിൽ ഗർഭിണികളായിട്ടുള്ള ഒരുപാട് ലേഡീസ്, പ്രഗ്നന്റ് വുമനാണ് മരിച്ചത്. അങ്ങനെ ഗർഭിണികളായ സ്ത്രീകളെ ആയിരുന്നു ഈ ഒരു അസുഖം ബാധിച്ചത്. അങ്ങനെ ഒരുപാട് പേര് മരണപ്പെട്ടു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോർജ് ഹെയ്ഡ്ലീസ്, അവരും ഈ ഒരു പാൻഡമിക് ബാധിച്ചിട്ട് മരണത്തെ മുഖാമുഖം കണ്ടവരാണ്. അങ്ങനെ പക്ഷേ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആ ഒരു മരണത്തെ മുഖാമുഖം കണ്ട ആ ഒരു സിറ്റുവേഷനും കൂടി അദ്ദേഹം ഇതിനകത്ത് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ പോയത്തിൽ 2 സ്റ്റാൻസയാണുള്ളത്. 2 സ്റ്റാൻസ അയാംബിക് പെൻഡാമീറ്റർ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കവിതയിലേക്ക് പോകാം. ടേണിംഗ് ആൻഡ് ടേണിംഗ് ഇൻ ദ വൈഡനിങ് gyre, the falcon cannot hear the falconer. Things fall apart, the center cannot hold. Mere anarchy is loosed upon the world, and the blood-dimmed tide is loosed and everywhere. The ceremony of innocence is drowned. The best lack all conviction, while the worst are full of passionate intensity. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസയാണ്. തുടക്കത്തിൽ തന്നെ പോയറ്റ് പറയുന്നത്
ടേണിങ് ആൻഡ് ടേണിങ് ഇൻ ദ വൈഡനിങ് ജയ. ഇവിടെ ഒരു ഇമേജ് ആണ്. അതിൽ പറയുന്ന ഇമേജ് എന്ന് പറയുന്നത് ദ ഫാൽക്കൺ ആൻഡ് ദ ഫാക്നർ. ഇവിടെ പരുന്തിനെയൊക്കെ പറപ്പിക്കുന്ന ആള്, അയാളുടെ കൺട്രോളിലാണ് പരുന്ത്. പക്ഷേ നൗ ദ ഫാൽക്കനർ ഓർ ദ ഫാൽക്കൺ കനോട്ട് ഹിയർ ദ ഫാൽക്കനർ. ആ ഫാൽക്കന്, ആ ഒരു പരുന്തിന് അതിനെ കൺട്രോൾ ചെയ്യുന്ന ആളുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് മൂവിങ് ഫാർ എവേ ഫ്രം ദ ഫാൽക്കനർ. ആ ഒരു പറപ്പിക്കുന്ന ആളിൽ നിന്നും വളരെ വിദൂരമാണ് ആ പരുന്ത് ഇപ്പോഴുള്ളത്. സോ ദ ഫാൽക്കൺ കനോട്ട് ഹിയർ ദ സൗണ്ട് ഓഫ് ദ ഫാൽക്കനർ. ഇവിടെ ഫാൽക്കൺ എന്നത് ഇറ്റ് ഈസ് ആൻ അലിഗോറിക്കൽ റെപ്രസെന്റേഷൻ. ഇറ്റ് റെപ്രസെന്റ്സ് ഹ്യൂമൻ ബീങ്സ്. ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് റെപ്രസെന്റേഷൻ. മനുഷ്യനെയാണ് ഇത് കാണിക്കുന്നത്. അതായത് ദൈവം, ഫാക്നർ എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ജനം, അതായത് മോറൽ വാല്യൂസ് ഒക്കെ നഷ്ടപ്പെട്ട് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ആ ഒരു യൂറോപ്യൻ അവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഇൻ ആൻ അനാർക്കിക് സ്റ്റേറ്റ്. ഒരു അനാർക്കി, അരാജകത്വം നിലനിൽക്കുന്ന കാലഘട്ടമാണ്. വളരെയധികം ക്രൂവൽറ്റി നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള കാലഘട്ടം. ഇവിടെ അതാണ് പറയുന്നത്, ദ ഫാൽക്കൺ കനോട്ട് ഹിയർ ദ സൗണ്ട് ഓഫ് ദ ഫാക്നർ. ഇവിടെ ദൈവത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ജനത അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. ആൻഡ് ദ വൈഡനിങ് ജയ. വൈഡനിങ് ജയർ റെപ്രസെന്റ്സ്, വൈഡനിങ് ജയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ജയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈറൽ മൂവ്മെന്റ് ആണ്. ആ ഒരു സ്പൈറൽ മൂവ്മെന്റ്, ഇവിടെ ഫാൽക്കന്റെ ആ ഒരു സ്പൈറൽ മൂവ്മെന്റ് വളരെയധികം കൂടുതലായതുകൊണ്ട് ദ ഫാൽക്കൺ കനോട്ട് ഹിയർ ദ സൗണ്ട് ഓഫ് ദ ഫാൽക്കനർ. ഇവിടെ the people are far away from God and so they cannot listen to the words of God. Here ഇവിടെ വേർഡ്സ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആ ഒരു രീതിയിൽ ജീവിക്കാൻ കഴിയാതെയായി മാറുന്നു ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം. പിന്നീട് അദ്ദേഹം പറയുന്നത് തിങ്സ് ഫോൾ അപ്പാർട്ട്. തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്നത് എല്ലാം നശിച്ചു, എല്ലാം ഇറ്റ് കംസ് ഇൻ ടോട്ടൽ ഡിസ്ട്രക്ഷൻ, ഒരു അധപതനത്തിലേക്ക് മാറി. ആൻഡ് ദ സെന്റർ കനോട്ട് ഹോൾഡ്. ഇവിടെ സെന്റർ എന്ന് പറയുന്നത് ഗോഡാണ്. ദൈവത്തിന് ഇവിടെ ഫാൽക്കനർ അതിൻ്റെ കേന്ദ്രമെന്നും പറയാം. അത് ഇൻഡയറക്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവത്തെയാണ്. ആൻഡ് ദ ഗോഡ് കനോട്ട് ഹോൾഡ് ദ പീപ്പിൾ. ജനങ്ങളെ പിടിച്ചു നിർത്താൻ ദൈവത്തിന് കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പീരീഡ് ഓഫ് അനാർക്കി. അതേപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിലാണ് ഒറിജിനൽ സ്പീഷീസ് വന്നതിന് ശേഷമുള്ള കാലഘട്ടമാണ്. ആൻഡ് ദ പീപ്പിൾ ആർ ഇൻ എ ഡിലേമ വെദർ ടു ബിലീവ് ഇൻ ഗോഡ് ഓർ സയൻസ്. ദൈവത്തിൽ വിശ്വസിക്കണോ അല്ലെങ്കിൽ സയൻസിൽ വിശ്വസിക്കണമോ എന്നുള്ള ആ ഒരു ഡിബേറ്റ്, ആ ഒരു ഡിലേമ വന്നതിന് ശേഷമുള്ള കാലഘട്ടമാണ്. അതിൻ്റെ ഇൻഫ്ലുവൻസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ദ സെന്റർ കനോട്ട് ഹോൾഡ്. മിയർ അനാർക്കി ഈസ് ലൂസ്ഡ് അപ്പോൺ ദ വേൾഡ് ആൻഡ് വി ക്യാൻ സീ മിയർ അനാർക്കി. അനാർക്കി എന്ന് പറഞ്ഞാൽ അരാജകത്വം, അതായത് ഡിസോർഡർ. വി ക്യാൻ സീ ഡിസോർഡർ എവരിവെയർ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ മുഴുവൻ നമുക്ക് അരാജകത്വം അല്ലെങ്കിൽ ആ ഒരു ഡിസോർഡർ കാണാൻ സാധിക്കും. ആൻഡ് ദ ബ്ലഡ് ഡിംഡ് ടൈഡ് ഈസ് ലൂസ്ഡ്. ബ്ലഡ് ഡിംഡ് ടൈഡ് എന്ന് പറയുന്നത് രക്തച്ചൊരിച്ചിലാണ്. എല്ലായിടവും രക്തച്ചൊരിച്ചിൽ കാണാം. ദാറ്റ് മീൻസ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ വി ക്യാൻ സീ എ ലോട്ട് ഓഫ് ബ്ലഡ് ഷെഡ്, അല്ലേ? ആ ഒരു രക്തച്ചൊരിച്ചിൽ കാണാം. അതേപോലെ പരസ്പരം കൊല്ലുന്ന ആ ഒരവസ്ഥ. ആൻഡ് എവരിവെയർ, എല്ലായിടവും. ദ സെറമണി ഓഫ് ഇന്നസെൻസ് ഈസ് ഡ്രൗണ്ട്. സെറമണി ഓഫ് ഇന്നസെൻസ് ഈസ് ഡ്രൗണ്ട് മീൻസ് വി കനോട്ട് സീ ഇന്നസെൻസ് നോവെയർ. ഒരിടത്തും നമുക്ക് നിഷ്കളങ്കത കാണാൻ കഴിയില്ല. കാരണം ഓൾ പീപ്പിൾ ടേൺ ടു ബി ക്രൂവൽ. എല്ലാവരും ക്രൂരന്മാരായി മാറി. നിഷ്കളങ്കത അല്ലെങ്കിൽ ആ ഒരു ഇന്നസെൻസ് നമുക്ക് ഒരിടത്തും കാണാൻ കഴിയുന്നില്ല. ആൻഡ് ദ ബെസ്റ്റ് ലാക്ക് ഓൾ കൺവിക്ഷൻ ആൻഡ് ദ വേഴ്സ്റ്റ് ആർ ഫുൾ ഓഫ് പാഷനേറ്റ് ഇൻറ്റൻസിറ്റി. വളരെ ഫേമസ് ആയിട്ടുള്ള കൊട്ടേഷൻ ആണത്. ദ ബെസ്റ്റ് ലാക്ക് ഓൾ കൺവിക്ഷൻ. ഇവിടെ ദ ബെസ്റ്റ് പീപ്പിൾ, ഏറ്റവും നല്ല ആളുകൾ അല്ലെങ്കിൽ നല്ലവരായിട്ടുള്ള ആളുകൾക്ക് ലോസ് ഓൾ ദെയർ കൺവിക്ഷൻ. കൺവിക്ഷൻ മീൻസ് ട്രൂത്ത് അല്ലെങ്കിൽ ഫെയ്ത്ത്. അവരുടെ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു സത്യസന്ധത അവർക്ക് നഷ്ടപ്പെടുന്നു. നല്ലവർക്ക് ആ ഒരു ഉറപ്പ് നഷ്ടപ്പെടുന്നു. എന്തിനാ ജീവിക്കുന്നത്, ഇതെന്ത് ലോകമാണ്, ഇങ്ങനെ നല്ലവരായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ അവരിൽ വരുന്നു. ആൻഡ് ദ വേഴ്സ്റ്റ് ആർ ഫുൾ ഓഫ് പാഷനേറ്റ് ഇൻറ്റൻസിറ്റി. അതേസമയം ക്രൂരന്മാരായിട്ടുള്ള ആളുകൾ ആർ ഫുൾ ഓഫ് വൈറ്റാലിറ്റി ആൻഡ് ആക്റ്റീവ്നെസ്. വളരെയധികം ആക്റ്റീവാണ്. ക്രൂരന്മാർ
വളരെയധികം ആക്റ്റീവാണ്. അതേസമയം നല്ല ആളുകൾ വളരെ പാഷനേറ്റ് ആയിട്ട് മാറി, അല്ലെങ്കിൽ പാസീവായിട്ട് മാറി. നല്ല ആളുകൾ വളരെയധികം പാസീവായിട്ട് മാറി. അതേസമയം മോശക്കാരായിട്ടുള്ള ആളുകൾ, ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ വളരെ ആക്റ്റീവായി മാറി. ഈ ഒരു കാലഘട്ടമാണ് സെക്കൻഡ് കമ്മിങ് പറയുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ദ ഗോഡ് ഓർ ജീസസ് വിൽ റിട്ടേൺ ടു എർത്ത്. ബൈബിളിൽ പറയുന്നത്, റെവലേഷൻ എന്ന പുസ്തകത്തിൽ പറയുന്നത്, അതായത് ഈ ലോകത്തില് ബ്ലഡ് ഷെഡ്, രക്തച്ചൊരിച്ചില്, അരാജകത്വം, യുദ്ധങ്ങള്, അങ്ങനെ ദുഷ്ടന്മാര് നല്ലവരായി മാറുക, അല്ലെങ്കിൽ ദുഷ്ടന്മാര് വളരെ ആക്റ്റീവായി മാറുക, നല്ല ആളുകള് വളരെ പാസീവായിട്ട് മാറുക, അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും യേശുക്രിസ്തു രണ്ടാമത് വരുന്നതെന്നും ആ സമയത്ത് നല്ലവരെയും മോശക്കാരെയും വേർതിരിക്കുമെന്നും നല്ലവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നും മോശക്കാരെ നരകത്തിലേക്ക് തള്ളിയിടുമെന്നുള്ള ആ ഒരു വിശ്വാസമാണ്, ആ ഒരു സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോഴ് ഈ യൂറോപ്പിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയാണ്. ദാറ്റ് മീൻസ് വി ക്യാൻ സീ അനാർക്കി എവരിവെയർ ആൻഡ് ദ ഇന്നസെന്റ് പീപ്പിൾ ആർ വെരി passive and the bad people are very active. Such a situation exists in Europe, and so the second coming is necessary. ഇനി അദ്ദേഹം അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത്, surely some revelation is at hand. നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയാണ്, surely തീർച്ചയായിട്ടും some revelation is at hand. some revelation എന്ന് പറഞ്ഞാൽ ചില വെളിപ്പെടുത്തലുകൾ, ദാറ്റ് മീൻസ് some necessities. ഇവിടെ revelation എന്ന് പറയുന്നത് it is also referred in Bible. Here revelations is a chapter or a part in the Bible. ബൈബിളിലെ ഒരു ഭാഗമാണ് വെളിപാട് പുസ്തകം. അതാണ് ഇവിടെ പറയുന്നത്. surely some revelations is at hand. At hand means it is near or it is coming. ആ ഒരു വെളിപാട്, ഇവിടെ വെളിപാട് എന്ന് പറയുന്നത് സംതിങ് ഈസ് കമ്മിങ് ഓർ സം ഇൻസിഡൻസ് വിൽ ഹാപ്പൻ. എന്തെങ്കിലും ഒന്ന് സംഭവിക്കും, ഇങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിലാണ് സെക്കൻഡ് കമ്മിങ് ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. surely the second coming is at hand. At hand means it is near. The second coming is near. The second coming, hardly are those words out when a vast image out of spirituous mundi troubles my sight somewhere in the sands of the desert. Here സെക്കൻഡ് കമ്മിങ് തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ ഇവിടെ സെക്കൻഡ് കമ്മിങ്ങിലൂടെ വരുന്നത് ഇറ്റ് ഈസ് നോട്ട് ജീസസ് ക്രൈസ്റ്റ്, മറിച്ച് സ്പിരിച്വസ് മുണ്ടി എന്ന് പറയുന്നത് ദ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ്. ഇവിടെ അദ്ദേഹം പറയുന്നത് ഇറ്റ്സ് എ ക്രീച്ചർ, ഒരു ജീവിയാണ് അല്ലെങ്കിൽ ഒരു ജന്തുവാണ് വരുന്നത്. ആൻഡ് ഐ ക്യാൻ സീ ദ ഇമേജ് ഓഫ് ദാറ്റ് ക്രീച്ചർ ഇൻ ദ ഡെസേർട്ട്. ആ ഡെസേർട്ടിലെ മരുഭൂമിയിൽ, ഒന്നുമില്ലാത്ത പ്രദേശത്ത്, മരുഭൂമിയിലെ മണലാരണ്യത്തിൽ നിന്ന് ഒരു ജീവി അല്ലെങ്കിൽ ഒരു ബീസ്റ്റ്, ഒരു മൃഗം വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതിൻ്റെ സെക്കൻഡ് കമ്മിങ് ആണ് പറയുന്നത്. ആൻഡ് ദ ഷേപ്പ് വിത്ത് ലയൺ ബോഡി ആൻഡ് ദ ഹെഡ് ഓഫ് എ മാൻ. അതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദ സ്ഫിങ്സ്. സ്ഫിങ്സിനെ പോലെയാണ്, ഗ്രീക്ക് മിത്തോളജിയിലെ സ്ഫിങ്സിനെ പോലെയാണ്. ആൻഡ് ഇറ്റ് ഹാസ് ദ ഹെഡ് ഓഫ് എ മാൻ ആൻഡ് ദ ബോഡി ഓഫ് എ ലയൺ. ആ ജീവിക്ക് അല്ലെങ്കിൽ ആ ഒരു ബീസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ദ ഹെഡ് ഓഫ് എ മാൻ ആൻഡ് ദ ബോഡി ഓഫ് എ ലയൺ. ഒരു മനുഷ്യന്റെ മുഖമാണ്, പക്ഷേ അതിന് ശരീരം സിംഹത്തിന്റെ ശരീരമാണ്. സിംഹത്തിന്റെ ശരീരവും മനുഷ്യന്റെ തലയുമുള്ള ഒരു ജീവി വരുന്നുണ്ട്. ആൻഡ് ദ ഗെയ്സ് ബ്ലാങ്ക് ആൻഡ് പിറ്റിലെസ് ആസ് ദ സൺ. അതിൻ്റെ നോട്ടം, ആ ഒരു ജീവിയുടെ നോട്ടം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബ്ലാങ്ക് ആൻഡ് പിറ്റിലെസ്. അത് ബ്ലാങ്ക് ആണ്, അതിൽ യാതൊരു അർത്ഥവുമില്ല. ആ ഒരു ഷാർപ്പ്നെസ് ഇല്ലാത്ത ഒരു ബ്ലാങ്ക്, ശൂന്യമായ എംറ്റി ആയിട്ടുള്ള ഒരു നോട്ടം. ആൻഡ് പിറ്റിലെസ്, ആൻഡ് ഇറ്റ് ഈസ് പിറ്റിലെസ്, വളരെ നിർദ്ദയമായിട്ടുള്ള നോട്ടം. അതായത് ഒരു ദയയുമില്ലാത്ത, ദാക്ഷിണ്യമില്ലാത്ത ക്രൂരമായ നോട്ടമാണ് അതിന്. ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദ സൺ. സൂര്യനെ പോലെ വളരെ, അതായത് ഇവിടെ കത്തിജ്വലിക്കുന്ന സൂര്യന് ഒരു സോഫ്റ്റ്നെസ് ഇല്ല എന്ന് പറയുന്നത് പോലെ, ആ സൂര്യന്റെ ചൂട്, അതേപോലെ തന്നെയാണ് ഈ ഒരു മൃഗത്തിന്റെ നോട്ടവും. ഇറ്റ് ഹാസ് നോ പിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഇറ്റ് ഹാസ് എ ക്രൂവൽ ലുക്ക്. ആ ഒരു ക്രൂരമായിട്ടുള്ള നോട്ടമാണ് അതിനുള്ളത്. ആൻഡ് ഈസ് മൂവിങ് ഇറ്റ്സ് സ്ലോ തൈസ്. അതതിൻ്റെ ആ കാലുകളുമായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നടന്നു വരുന്നു, ചെറുതായിട്ട് സ്ലോയിൽ നടന്നു വരുന്നു. While all about it the red shadows of the indignant desert birds, and we can see the shadows of desert birds around the beasts. ഈ ബീസ്റ്റിന്റെ ചുറ്റും നമുക്ക് ഡെസേർട്ടിലുള്ള പക്ഷികളുടെ ആ ഒരു ഷാഡോസ് കാണാൻ കഴിയും. അതായത് ആ മരുഭൂമിയിൽ വേറൊന്നുമില്ല, മൃഗങ്ങളോ മറ്റ് ജീവജാലങ്ങളൊന്നുമില്ല, കുറച്ച് പക്ഷികളും അതോടൊപ്പം തന്നെ ഈ ഒരു ജന്തുവിനെയും എനിക്ക് കാണാൻ കഴിയുന്നു. The darkness drops again, but now I know
that 20th centuries of stony sleep were vexed to nightmare by a rocking cradle. ഇവിടെ പറയുന്നത് 2000 ആകുമ്പോൾ ലോകം അവസാനിക്കുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഒരു വിശ്വാസമാണ് ഇവിടെ പറയുന്നത്. ദ 20th century will be shakened by ട്രബിൾസ്, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ. ദ 20th century had to face a lot of problems. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് വാട്ട് റഫ് ബീസ്റ്റ് ഇറ്റ്സ് അവർ കം അറൗണ്ട് അറ്റ് ലാസ്റ്റ് സ്ലോച്ചസ് ടുവേർഡ്സ് ബെത്ലഹേം ടു ബി ബോൺ. ഇവിടെ ഈ ഒരു ജീവി അല്ലെങ്കിൽ ഈ ഒരു ക്രീച്ചർ, ഈ ഒരു ബീസ്റ്റ്, ഇറ്റ് ഈസ് സ്ലോലി മൂവിങ് ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് ടു ബെത്ലഹേം. ബെത്ലഹേമിലേക്കാണ് ഈ ഒരു ജീവി, ഈ ഒരു ജന്തു പോകുന്നത്. ബെത്ലഹേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ജന്മസ്ഥലമാണ് ബെത്ലഹേം. ആ ബെത്ലഹേമിലേക്കാണ് ഈ ഒരു ജീവി പോകുന്നത്. ആ ഒരു സിമ്പൽ എന്താണ്? അതായത് ഇവിടെ നമ്മൾ പറയുന്നത് സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓർ ദ റിട്ടേണിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു രണ്ടാമതും വരുന്നതെന്നാണ് വിശ്വാസം. പക്ഷെ ഇവിടെ പറയുന്നത് യേശു ക്രിസ്തുവിന് പകരം വരുന്ന ഒരു ജീവി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദ സ്പിങ്സ്. സ്പിങ്സിനെ പോലെ മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള ഒരു ജീവിയാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഷോസ് അനാർക്കി ആൻഡ് ഡിസോർഡർ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിന്റെ അവസ്ഥ തന്നെയാണ് ഇത് കാണിക്കുന്നത്. നൗ വി ക്യാൻ ഡിസ്കസ് ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ പോം. ഈ കവിതയിൽ ഉപയോഗിച്ച പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അലിറ്ററേഷൻ. അലിറ്ററേഷൻ മീൻസ് ഇറ്റ് ഈസ് ദ റെപ്പറ്റീഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ്. കോൺസണന്റ് സൗണ്ട്സിന്റെ റിപ്പറ്റീഷനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ട്രബിൾസ് മൈ സൈറ്റ് സംവെയർ ഇൻ സാൻഡ്. ട്രബിൾസ് മൈ സൈറ്റ് സംവെയർ ഇൻ സാൻഡ്. സ് സൗണ്ട് ഈസ് റിപ്പീറ്റിംഗ്. ആൻഡ് ദ ഡാർക്ക്നെസ് ഡ്രോപ്സ് അഗെയിൻ. D sound is repeating. Darkness drops again. Then next here, a metaphor. Metaphor means it is an indirect comparison. മെറ്റഫർ എന്ന് പറയുന്നത് ഒരു വസ്തു അതാണ് എന്ന് കമ്പയർ ചെയ്യുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഹിയർ വി ക്യാൻ സീ ദ മെറ്റഫോറിക്കൽ യൂസേജ് ഇൻ ദ ലൈൻസ് ദ ഫാൽക്കൺ ആൻഡ് ദ ഫാക്നർ. ഫാൽക്കൺ ആൻഡ് ദ ഫാക്നർ, ആ ഒരു കമ്പാരിസണിൽ അവിടെ നമുക്ക് മെറ്റഫോറിക്കൽ യൂസേജ് കാണാൻ കഴിയും. നെക്സ്റ്റ് വൺ, ഹൈപ്പർബലി. ഹൈപ്പർബലി ഈസ് ആൻ എക്സാജറേഷൻ. ഒരു കാര്യം പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറയുന്നതിനെയാണ്, എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് ഹൈപ്പർബലി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഷുവർലി ദ സെക്കൻഡ് കമ്മിങ് ഈസ് അറ്റ് ഹാൻഡ്. അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവെള്ളയിൽ തന്നെയാണ്. ദാറ്റ് മീൻസ് നമ്മളുടെ അടുത്താണ് എന്ന് കാണിക്കുന്നതിനെയാണ്, ആ ഒരു എക്സാജറേഷൻ ആണ് കാണിക്കുന്നത്. സെക്കൻഡ് കമ്മിങ് വളരെ അടുത്താണ്. ദ സെക്കൻഡ് കമ്മിങ് ഈസ് അറ്റ് ഹാൻഡ്. നെക്സ്റ്റ് വൺ, allusion. Allusion means it is an indirect reference to a person or literary works. ഒരു ലിറ്റററി വർക്ക് അല്ലെങ്കിൽ ഒരു പേഴ്സണെ ഇൻഡയറക്റ്റ് കമ്പാരിസൺ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് റെഫറൻസ് കൊടുക്കുന്നതിനെയാണ് അല്യൂഷൻ എന്ന് പറയുന്നത്. ഹിയർ വി ക്യാൻ സീ ദ അല്യൂഷൻ ഓഫ് അപ്പോക്കാലിപ്സ് ആൻഡ് ദ സെക്കൻഡ് കമ്മിങ് ഫ്രം ദ ബൈബിൾ. ബൈബിളിലെ ആ ഒരു സെക്കൻഡ് കമ്മിങ്, അതേപോലെ തന്നെ ആ ഒരു പ്രവർത്തനങ്ങൾ, സെക്കൻഡ് കമ്മിങ്ങിന് യേശുക്രിസ്തു രണ്ടാമത് വന്നതിന് ശേഷം ചെയ്യുന്ന ആ ഒരു പ്രവർത്തികൾ എന്തൊക്കെയാണ്, ആ ഒരു റെഫറൻസ് ആണ് ഇവിടെ അല്യൂഷൻ. നെക്സ്റ്റ് വൺ, അസോണൻസ്. Assonance means vowel repetition. Repetition of vowel sounds. Example, turning and turning in the widening gyre. Turning and turning in the widening gyre. Here, E sound is turning. E sound is repeating. Next one, A sound. A ceremony of innocence is drowned. A sound is repeating. Next one, imagery. Imagery is the usage of images to appeal our senses. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള ഇമേജസ് ഉപയോഗിക്കുന്നതിനെയാണ് ഇമേജറി എന്ന് പറയുന്നത്. ഹിയർ വി ക്യാൻ സീ ദ ഇമേജ് ഓഫ് ഫാൽക്കൺ ആൻഡ് ഫാക്നർ ആൻഡ് ഓൾസോ ദ ഇമേജ് ഓഫ് സ്പിങ്സ്. സ്പിങ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബീസ്റ്റിൻ്റെ ഇമേജ്, ഇതൊക്കെ ഇമേജറിയിൽ ഉൾപ്പെടുന്നതാണ്. The poem has 2 stanzas and it is written in iambic pentameter. Iambic pentameterലാണ് എഴുതപ്പെട്ടത്. 2 സ്റ്റാൻസയാണുള്ളത്. And the rhyme scheme is ABBA CDDC. ഇതാണ് അതിൻ്റെ റൈം സ്കീം. ABBA CDDC. ഇതാണ് അതിൻ്റെ റൈം സ്കീം. അയാംബിക് പെൻറ്റാമീറ്ററിലാണ് എഴുതപ്പെട്ടത്. അതോടൊപ്പം തന്നെ അയാംബിക് പെൻറ്റാമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി പോപ്പുലർ മീറ്റർ യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് പോയട്രി. ഇംഗ്ലീഷ് പോയട്രിയിൽ ഉപയോഗിക്കുന്ന വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മീറ്ററാണ് അയാംബിക് പെൻറ്റാമീറ്റർ. ആ ഒരു അയാംബിക് പെൻറ്റാമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ആൻഡ് ദ റൈം സ്കീം ഈസ് ABBA CDDC. ഇത്രയുമാണ് ഈ കവിതയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
Hope you enjoyed it. Thank you.